സീസേഴ്സ് കാണുന്നില്ല ഗൈസ്. എത്രയോ ലാക്സ് ഒക്കെ വരുന്നുണ്ട് ഒരു ഹീലിന്. ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ ആകെയുള്ളൊരു പ്രശ്നം ബാത്റൂമിൽ പോകാനാണ്. നമ്മൾ ഒന്നിച്ച് ടൈക്കേണ്ടി വരും. എനിക്ക് ഓൾമോസ്റ്റ് ഇത് 45% ഓഫിലാണ് കിട്ടിയത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ നീഡ് ടു താങ്ക് യു ഓൾ. ബിക്കോസ് ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോക്ക് ഒത്തിരി അടിപൊളി റെസ്പോൺസ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സീയിങ് ഓൾ യുവർ കോമെൻറ്റ്സ്. ലൈക്ക് ഒത്തിരി സജഷൻസ് ഉണ്ട്. ലിപ്സ്റ്റിക് കളക്ഷൻ വേണം, സ്കിൻ കെയർ വീഡിയോ വേണം, ബാഗ് കളക്ഷൻ, ഡ്രസ് കളക്ഷൻ, റൂം ടൂർ, ഹോം ടൂർ. അപ്പോൾ അങ്ങനെ ഒത്തിരി സജഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ട്രൈ ചെയ്യുക, എല്ലാം പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഞാൻ കുറച്ചുകൂടെ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഷുവർ, ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ട്രെൻഡിയോൾ അൺബോക്സിങ് വീഡിയോ ആണ്. ട്രെൻഡിയോളിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ഡിസ്കൗണ്ട്സിലൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്താൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഇതിൽ ഞാൻ കുറേ സാധനങ്ങൾ പകുതി വിലക്കൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് കുറേ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂപ്പൺ കോഡെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ട്രെൻഡിയോളിൽ നിന്നുള്ള ഐറ്റംസ്. ഇന്നുകൊണ്ട് കുറേ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാക്ക് പൊട്ടിക്കാം. സിസേഴ്സ് കാണുന്നില്ല ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കട്ട്. ഫസ്റ്റ് ഇത് ഒരു കളർഫുൾ പാറ്റേണിലൊരു നമുക്ക് തുറന്നു നോക്കാം എന്താണ്. ഇതൊരു കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇങ്ങനൊരു ടോപ്പ്, ഒരു ക്രോപ്പ് ടോപ്പ് പോലെ, അതിലോട്ട് പാൻസ്. ഒരു പാൻസ് ആണ് വരുന്നത്. സൈഡിൽ സിബൊക്കെ ഉണ്ട്, പോക്കറ്റ്സ് ഉണ്ട്, രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് കുറച്ച് ക്രോപ്പ് ടോപ്പാണ്. ബട്ട് നമ്മൾ പാൻസ് കുറച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് ദ ക്വാളിറ്റി, ലിനൻ മെറ്റീരിയലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിലിങ്ങനെ പ്രിൻസ് കാര്യങ്ങൾ റാൻഡമായിട്ട് അവിടെ ഇവിടെ കുറേ പ്രിൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടോപ്പിൻ്റെ ഇവിടെ നല്ല സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് 38 ആണ് സൈസ്. ആൻഡ് ഐ തിങ്ക് ഇത് സ്മോൾ ആണോ മീഡിയം ആണോ എടുത്ത് എനിക്ക് ഓർമ്മയില്ല. ഏറ്റവും സ്മോളസ്റ്റ് സൈസ് 36 ആണെന്ന് തോന്നുന്നത്. ഈ കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ എന്തായാലും 38 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ കുറച്ച് ഓവർ സൈസ്ഡ് ആയിരിക്കും. ഇങ്ങനെ നല്ല വീതിയുണ്ട്. ഇത് കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഇത് സ്റ്റൈൽ ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം സ്റ്റൈലിങ്ങും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ആകെ കൂടെ കശപിശിയാവും. അപ്പോൾ സ്റ്റൈലിംഗ് വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ പിക്സ് വേണമെങ്കിൽ ഞാൻ സൈഡിൽ ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെയാണ് ഔട്ട്ഫിറ്റ് വരുന്നതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബാഗാണ്, ഗെസ്സിൻ്റെ ബാഗാണ്. ഗെസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ബാഗാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കവർന്ന് പൊട്ടിച്ചായിരുന്നു. ബിക്കോസ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാണാൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇനി ഒന്നും ഇല്ലയെന്ന് തോന്നുന്നത്. ഓൾറെഡി നമ്മൾ ചെയിൻ കണക്ട് ചെയ്തല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇതിനുള്ളിൽ ഇങ്ങനെ ഇവിടെ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് എക്സ്ട്രാ. അപ്പോൾ ഇത് പൊട്ടിക്കാം. ചെയിനൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ആൻഡ് ഗോൾഡൻ ചെയിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ വരുന്ന പോർഷനിൽ. അപ്പം ഞാൻ പൊതുവേ അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളല്ല.
പക്ഷെ എനിക്കിത് നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മേടിക്കാമെന്ന്. കാരണം എനിക്ക് ഓൾമോസ്റ്റ് ഇത് 45% ഓഫിലാണ് കിട്ടിയത്. എൻ്റെ കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടി. ഓൾറെഡി അതിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു, അതിന് പുറമെ കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്തപ്പോൾ പിന്നെയും ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ മേടിച്ചതാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിലൊന്നും അത്ര തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ നമുക്ക് ഇത് പൊട്ടിക്കാം. ഇത് ട്രെൻഡിയോളിൽ ഇപ്പോൾ വന്നിട്ട് കുറേ ഡേയ്സ് ആയിട്ടോ. ഞാൻ ഇത് എനിക്ക് തോന്നുന്നൊരു 3 വീക്സിലേറെ ആയത് വന്നിട്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെ പൊട്ടിക്കാണ്ട് വെച്ചേക്കായിരുന്നു. എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് പൊട്ടിക്കാമല്ലോ, വെറുതെ പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെല്ലാം കാണിക്കാനായി. നെക്സ്റ്റ് ഈസ് ഈ ഒരു ടോപ്പ് ഒരു മോഡസ്റ്റ് മാക്സി വെയർ ആണ്. അയ്യോ നല്ല ക്ലോത്ത് കേട്ടോ, ഇങ്ങനെ പിടിക്കുമ്പോഴേ നല്ല ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത്. ആൻഡ് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. ഞാൻ ട്രാൻസ്പെറൻ്റ് ആവുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. സോ ഇത് നല്ല അടിപൊളിയുണ്ട്. ഇതിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആ മോഡലായിട്ടിരിക്കുന്ന പിക്ക് കാണാം. ആൻഡ് സ്റ്റൈലിംഗ് വീഡിയോസ് കാണണമെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈലിംഗ് വീഡിയോസ് കാണാം. ഇൻസ്റ്റയിലും ഞാൻ ഷോർട്സിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂപ്പൺ കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തതിൽ പറയാം, ലൈക്ക് ലാസ്റ്റ് പറയാം, എൻ്റെ പോർഷനിൽ പറയാം. അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു ഹീൽസ് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ റീൽസായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കറിയാം. ഇതിൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇത് യൂസ് ആൻഡ് റോൻ്റെ ഹീൽസ് ആണ്. ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ കോപ്പിയാണ്. കാരണം എനിക്ക് ബ്രാൻഡഡ് ഐറ്റംസിൽ അത്രയും എമൗണ്ട് ഒന്നും കളയാൻ തോന്നില്ല. ബിക്കോസ് ഇതിന് എത്രയോ ലാക്സ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അത്രയും ഒക്കെ ഒരു ഹീൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. പക്ഷെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഇത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കോപ്പി വാങ്ങിക്കുക. ഇതിലിങ്ങനെ റാൻഡമായിട്ട് കണ്ടതാണ്. ഞാൻ തവണ എന്തോ ഹീൽസ് തപ്പുന്ന ഇടയിൽ ഇത് റാൻഡമായിട്ട് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ, അപ്പം ഇത് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് 200 സംതിങ്ങിനാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 400 സംതിങ് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ പിന്നെ കോഡൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് 200 സംതിങ്ങിന് കിട്ടി. സോ ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഹീൽസിൻ്റെ പോർഷൻ ആയിട്ടില്ലേ പക്ക ഇത് നല്ല ഉണ്ട് കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ഇതിൽ ഇവിടെ ഈ ഒരു നെയിൽസൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണുന്നുണ്ട്. പക്ഷെ ഇത് അടിഭാഗത്തായതുകൊണ്ട് ആരും ശ്രദ്ധിക്കില്ലല്ലോ. കാരണം ഇത് അതിൻ്റെ സ്ക്രൂസൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ബെറ്ററാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഹീൽസിൻ്റെ ഈ ഒരു ഇതാണ് ഭയങ്കര ഇഷ്ടം. സോ പിന്നെ അവരിതിൻ്റെ ഒതൻറ്റിസിറ്റി കാർഡ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സെയിൽ ഇൻവോയ്സ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഫേക്കാണ്, പക്ഷെ എന്നാലും അവർ അതിൻ്റെ കാർഡ് അതുപോലെ സെയിൽ ഇൻവോയ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് വാങ്ങി വെക്കുക. അത് ഇനി ഒറ്റ പീസ് എങ്ങാനോ ബാക്കിയുള്ളൂ. അതൊരു തവണ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അവർ റീസ്റ്റോക്ക് ചെയ്താണ്. പക്ഷേ ഇനി ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ വാങ്ങിയിട്ട് അവർ പെട്ടെന്ന് പോയിട്ട് വാങ്ങിച്ചാൽ. അപ്പോൾ ഇനി അടുത്ത സാധനം ഇത് അൺബോക്സ് ചെയ്യാതെ കത്തിക കാണുന്നില്ല ഗൈസ്. സോ ഐ ഡിസൈഡഡ് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. ഇതും ഒരു മാക്സി ഡ്രസ്സാണ്. ഒരു ഗൗണാണ് ആക്ച്വലി. ഇതൊരു പാർട്ടി വെയർ ആട്ടോ. പാർട്ടി ഗൗണാണ്. നെറ്റൊക്കെ ആയിട്ട് വരുന്ന ഒരു ഗൗൺ. ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇങ്ങനെ ഒരു അടിഭാഗത്ത് ഇങ്ങനെ ഫ്രിൽസൊക്കെ വന്നിട്ട് നൈസ്. ഓൾസോ ഒരു ബെൽറ്റും ഉണ്ട്. നെറ്റിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു ബെൽറ്റ് ഉണ്ട് വേസ്റ്റിൽ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് വയ്ക്കാൻ. നല്ല ക്വാളിറ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ 2 ടൈപ്പ് നെറ്റില്ലേ, കുറച്ച് ഭയങ്കര ഹാർഡായിട്ട് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തുന്ന ടൈപ്പ് ഒരു നെറ്റ് ഉണ്ട്. അതൊന്നുമല്ല. അത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന നെറ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം.
പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് ഞാൻ ട്രെൻഡിയോന്ന് മേടിച്ചാണ്. ഇതൊരു ജെം സ്യൂട്ടാണ്. അപ്പോൾ ഇതിൽ ബട്ടൺസ് വരുന്നുണ്ട്. ജെം സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടമും ഒന്നിച്ചിട്ടായിരിക്കും, അതായത് നമ്മൾ ഒന്നിച്ചിട്ട് ഇതിനുള്ളിൽ കയറണം. അപ്പോൾ സ്ലീവ്സ് ഇതിന് കുറച്ച് കുറവാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ലീവ്സ് ഇങ്ങനെ ചെറിയ സ്ലീവ്സ് ഇടാത്ത ഒരു ഷ്രഗ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു ടൈപ്പ് സ്റ്റൈൽ ചെയ്യുക, ഇങ്ങനെ ഇടാം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇവിടെ ഒരു ബെൽറ്റ് വരുന്നത്, ഇവിടെ എലാസ്റ്റിക് വരുന്നുണ്ട്. എലാസ്റ്റിക് ഭയങ്കര ടൈറ്റ് എലാസ്റ്റിക് അല്ല, നമ്മൾ ഒരു വേദനിപ്പിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വേസ്റ്റിന് പുറമെ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു ബെൽറ്റും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ബെൽറ്റ് നമുക്ക് നമ്മുടെ വേസ്റ്റിനനുസരിച്ചിട്ട് ടൈ ചെയ്യാൻ പറ്റും. ആൻഡ് ബട്ടൺസ് ഉണ്ട്. സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ആർക്കെങ്കിലുമൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിലും ഇത് ഓക്കെ ആണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടാൽ ആകെയുള്ളൊരു പ്രശ്നം ബാത്റൂമിൽ പോകാനാണ്. നമ്മൾ ഒന്നിച്ച് തയ്ക്കേണ്ടി വരും, ഇതാണ് പ്രശ്നം. ബാക്കിയൊക്കെ ഓവറോൾ അടിപൊളിയാണ്. നമുക്കിത് 2-3 ടൈപ്പിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സോ അടിപൊളി. ആൻഡ് ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇനി അടുത്തത് ഓക്കെ, ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇതൊരു ആൽഡോൻ്റെ ബാഗാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ആൽഡോൻ്റെ ബാഗാണ്. ഇതും ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന ആളേ അല്ല. പക്ഷെ ഇതിൽ ഇത്രയും ഓഫർ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് ഓൾറെഡി 35% ഓഫിലുണ്ടായിരുന്നു. പിന്നെ കാർട്ടിലിട്ടിട്ട് കുറച്ചധികം ഡിസ്കൗണ്ട്സും കൂടെ കിട്ടിയപ്പോൾ മേടിച്ച്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ലാസ്റ്റ് ഒറ്റ പീസ് മാത്രം ബാക്കിയായപ്പോൾ മേടിച്ചാണ്. അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി അവർ റീസ്റ്റോക്ക് ചെയ്യുമോ അറിയില്ല. പക്ഷേ ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പിടിക്കാം. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഈ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഇവിടെ വെച്ചിട്ട്, അതായത് കുറച്ച് ലെങ്തി ആയിട്ട് ലോങ് ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. സോ ആൽഡോനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഇതുവരെ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ ഞാൻ ഇതിങ്ങനെ ഇടാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതും ഒരു ഹീൽസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതെ കാണുന്നില്ലല്ലോ, സോറി. ഈ ഒരു ഹീൽസാണ്. എന്നിട്ട് ഈ ഒരു കളർ ഹീൽസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിതിങ്ങനെ നല്ല റേറ്റ് കുറഞ്ഞ് കണ്ടപ്പോൾ മേടിച്ചാണ്. സി ഗൈസ്, ഒരു പാർട്ടി ഹീൽസ് എന്ന് പറയാം. ഇവിടെ കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്, എന്താ പറയുക, കുറച്ച് തിളങ്ങുന്നുണ്ട്. തിളക്കത്തിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എനിവേ ഇവിടെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്, അടിപൊളി. ആൻഡ് ദ ഷെയ്ഡ് ഒരു വെറൈറ്റി ഷെയ്ഡാണ്. അങ്ങനെ കോമൺലി കാണത്തൊരു പ്ലാറ്റിനം ഷെയ്ഡാണ് കേട്ടോ. ഇത് പ്ലാറ്റിനം ഹീൽസ് ആണ്. സോ നല്ല ക്വാളിറ്റി ഉണ്ട് ശരിക്കും. ഇതെല്ലാം ടർക്കി പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നല്ല ക്വാളിറ്റി. ഞാൻ ഇതുവരെ മേടിച്ച എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും. ഇതുവരെ ഏത് വാങ്ങിച്ചത് ഫ്ലോപ്പ് ആയിട്ടില്ല. സോ ഐ ഹൈലി റെക്കമെൻഡ് നിങ്ങൾക്ക് ആർക്കും ഇതിന് മേടിക്കാം. ഇത്രയും ഓഫർ ഇതുപോലെ ഡിസ്കൗണ്ട്സ് ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടോ, വരുമ്പോൾ ഫേക്ക് പ്രോഡക്റ്റ്സ് ആവുന്നുണ്ടോ, അതുപോലെ ക്വാളിറ്റി പ്രശ്നമുണ്ടോ. പക്ഷെ ഇതുവരെ ഞാൻ മേടിച്ച അതും നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഓരോ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടാൽ അറിയാം, നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്റ്റ്സ് ആണ്. അതായത് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടായിരിക്കും വരുമ്പോൾ. പിന്നെ നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം. അപ്പം അടുത്തത് സിസേഴ്സ് എവിടെയോ വെച്ചു ഗൈസ്. സോ കൈ വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഇതെനിക്ക് തോന്നുന്ന ഞാനൊരു ബീച്ച് വെയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാന്ന് തോന്നുന്നു. അപ്പം ഇത് ഫസ്റ്റ് പൊട്ടിക്കാം. Okay. സോ ഇതാണ് ഔട്ട്ഫിറ്റ്. സ്ലീവ്ലെസ് ആണ്, ഒരു ബീച്ച് വെയർ ആണ് ആക്ച്വലി ഇത്. ബട്ട് എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള പാറ്റേൺസും അതുപോലെ ബാക്ക് കുറച്ച് ഓപ്പൺ ആണ്. സോ നമ്മൾ എന്തായാലും പുറത്ത് ഒരു ഷ്രഗ് എന്തെങ്കിലും ഇടാതെ ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഷ്രഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇത് നല്ല എനിക്ക് എന്തോ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വരുന്ന പാറ്റേൺ ഇല്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ മേടിച്ചതാണ്. ഷ്രഗ് യൂസ് ചെയ്തിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. നല്ല ക്വാളിറ്റിയാണ് ആൻഡ് നൈസ് കളർ. ഐ തിങ്ക് സ്യൂട്ടാവും, നല്ല വൃത്തിക്ക് സ്യൂട്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് റീൽസൊക്കെ ഉണ്ടാക്കണം ഗൈസ്. റീൽസൊക്കെ എടുക്കണം. അതിലോട്ടുള്ള ഷ്രഗായിരിക്കും ഇത് കേട്ടോ, ഇതിൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞില്ലേ. ആ ഒരു ബാക്കിൽ 2 ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ അതിലേക്ക് ഞാൻ മേടിച്ച് ഷ്രഗായിരിക്കും. ഒരു വൈറ്റ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിന് ഭയങ്കര ശബ്ദമുണ്ട്. ഒരു വൈറ്റ് ഷ്രഗാണ് മേടിച്ചത്. ഇങ്ങനെ ഫ്രണ്ടിൽ ടൈ ചെയ്യാൻ പറ്റുന്ന ടൈ ചെയ്യാനുള്ള. അപ്പോൾ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ടൈ ചെയ്യാം. സോ ഈ ഒരു ഷെയ്ഡിലോട്ട് ഐ തോട്ട് കറക്റ്റ് മാച്ച് വരുമെന്ന്. വൈറ്റ് ആയതുകൊണ്ട് ഏതിലോട്ടും നമുക്ക് ചെയ്യാം. ഇപ്പോൾ വേറെയും നമുക്ക് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇത് ചെയ്യാം. ആൻഡ് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. സോ നൈസ്, ഓവറോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ലാസ്റ്റ് വൺ ഇതേ ഷർട്ടാണ്. ഒരു ബ്ലാക്ക് ഷർട്ട്. അതിൽ പോക്കറ്റ്സിൽ ഇങ്ങനെ ഒരു ക്രോഷോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബോഹോ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ബോഹോവും സ്റ്റൈൽ വരുന്ന ഒരു ട്രൗസേഴ്സും കൂടെ ഒരു BH ഷെയ്ഡിൽ തന്നെ കൂടെ, അതായത് ഈ ഒരു ഷെയ്ഡ് ഒരു BH ഷെയ്ഡിൽ തന്നെ വരുന്നൊരു ട്രൗസറും കൂടെ പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. ആൻഡ് ഇത് മോഡസ്റ്റ് വെയറും കൂടെയാണ്. ബിക്കോസ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനേക്കാളും ഒന്നും കൂടി ഇറക്കമുണ്ട് ബാക്ക് പോർഷൻ. അപ്പം കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ കുറച്ച് ടൈറ്റുള്ള പാൻസ് ഇട്ടാലും നിങ്ങൾക്ക് അങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഫീൽ ചെയ്യൂല. നൈസ്. ഇതൊക്കെയാണ് ഞാൻ ട്രെൻഡിയോന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഹാഫ് പ്രൈസിൽ കിട്ടുക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, ഹർഷ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആ കൂപ്പൺ കോഡ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 40% ഓഫ് കിട്ടും. സെക്കൻഡ് ടൈം മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. ആൻഡ് തേർഡ് ടൈം വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫ് കിട്ടും. പിന്നെ വീണ്ടും അൺലിമിറ്റഡ് ടൈംസ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ട്രെൻഡിയോ ആപ്പിൽ ശരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കൊരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും ബെഡ്റൂമിലോട്ടുള്ളതാണെങ്കിലും ഇനി കുട്ടികളുടെ റൂമിലോട്ടുള്ളതാണെങ്കിലും എന്താ പറയുക ഡൈനിങ് റൂമിലോട്ടുള്ളതാണെങ്കിലും അതുപോലെ സിറ്റിംഗ് റൂമിലോട്ടുള്ളതാണെങ്കിലും അങ്ങനെ എല്ലാ വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾക്കുള്ളതുണ്ട്, ആൺപിള്ളേർക്കുള്ളതുണ്ട്, പെൺപിള്ളേർക്കുള്ളതുണ്ട്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ സ്കിൻ കെയർ ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ സ്കിൻ കെയറും അതൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല റേറ്റ് കുറഞ്ഞിട്ട് ഇതിൽ കിട്ടും. സെയിം ബ്രാൻഡ് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതിലും നല്ല ഡിഫറൻസ്. കാരണം ഇതിൽ നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചിലതൊക്കെ പകുതി വില അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ പൊതുവേ എല്ലാതും അതിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂപ്പൺ കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് ഇപ്പോൾ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാതും ചെക്ക് ചെയ്യുക. ഞാൻ എല്ലാത്തിനും സെപ്പറേറ്റ് ലിങ്ക്സ് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഞാൻ മോഡസ്റ്റ് വെയറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ലിങ്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ബാഗ്സിനൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഹീൽസിനൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളും പിന്നെ നല്ല ഡിസ്കൗണ്ട് വന്ന ഐറ്റംസൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് എന്താ അപ്പം ഇനിയൊന്നുമില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ആൻഡ് ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അവർക്കും ഇതുപോലുള്ള ഡിസ്കൗണ്ട്സൊക്കെ കിട്ടട്ടെ. അപ്പോൾ